ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വന്ദന വിചാരിക്കുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ടു പോയത് ജഗനാണെന്നൊക്കെ. അതേസമയം ജഗൻ വന്ദനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ജഗൻ മനസ്സിൽ വിചാരിക്കുകയാണ്, വെട്ടാൻ പോകുന്ന പോത്തിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ. ഇനിയും ഒന്നും വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു. പെട്ടെന്ന് ജഗൻ വന്ദനയെ നോക്കുമ്പോൾ തീരുമാനം മാറ്റുന്നുണ്ട്. ജഗൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എന്റെ പെണ്ണ് തന്നെയാണ്, എന്റെ സ്വന്തമാണ്, ഇവളെ ഞാൻ ഉറപ്പായും സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ പറയാണ്. ജഗൻ അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ശേഷം കാണിക്കുന്നത് പ്രകാശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ദിയമോളെയും കൂട്ടി വരികയാണ്. പ്രകാശം ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിയമോളോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് സന്തോഷമായോ, എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദിയ അപ്പോൾ പറയുന്നുണ്ട്, അങ്കിൾ ഇപ്പോൾ നല്ല അങ്കിളാണെന്ന്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, അകത്തു പോയി ഈ കാര്യം എല്ലാവരോടുമായിട്ട് പറയണമെന്നൊക്കെ. പ്രകാശനും ദിയമോളും അകത്തേക്ക് വന്നതിന് ശേഷം പ്രകാശൻ പറയുന്നുണ്ട്, ദിയമോൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടവും ചോക്ലേറ്റും ഡ്രസ്സും ഒക്കെ വാങ്ങിയെന്ന്. മാത്രമല്ല വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്, പച്ചക്കറിയും സാധനങ്ങളും എല്ലാം ഇപ്പൊ തന്നെ വരുമെന്നൊക്കെ പറയാണ്. ദിയമോൾക്ക് എടുത്ത ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രകാശൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ട് എല്ലാവർക്കും അതിശയമാകുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, കാക്കയിന്ന് മലന്ന് പറക്കുമെന്നൊക്കെ. പ്രകാശൻ ദിയമോളോട് ഡ്രസ്സ് ഇട്ടിട്ട് വരാനെന്ന് പറയുന്നു. ദിയമോൾ ഡ്രസ്സ് ഇടാനായിട്ട് പോകുന്നുണ്ട്. സുചിത്ര മൗനമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, അവൾക്ക് ഇതുവരെ നീ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തില്ലല്ലോ എന്നൊക്കെ. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല ഞാൻ മൗനമായിട്ട് നിന്നത്, പ്രകാശേട്ടൻ പൈസയൊക്കെ ഇറക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ പറയാണ്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ മൗനം ഞാൻ മാറ്റുന്നുണ്ട്, എല്ലാവർക്കും കൂടെ നമുക്ക് ഒരുമിച്ചൊരു ഷോപ്പിങ്ങിന് പോകാം, എന്റെ ചെലവാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു കമ്പിളി പുതപ്പ് വാങ്ങിത്തരണം, ഞാൻ മരിക്കുമ്പോൾ എന്നെ അത് പുതപ്പിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി പറയാണ്. വന്ദന വീട്ടിലേക്ക് വരുമ്പോൾ ഹരിതയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. വന്ദന അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ജഗനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ, എന്നെ ശല്യം ചെയ്യുകയാണെന്നൊക്കെ. പെട്ടെന്ന് വന്ദനയെ ഓർക്കുന്നുണ്ട്, ഹരിതയുടെ കാര്യം അറിഞ്ഞു വന്നതല്ലേ, വെറുതെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഹരിതയുടെ അമ്മ വന്ദനയോട് പറയുന്നുണ്ട്, വന്ദനയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ. ഹരിതയുടെ അമ്മ വന്ദനയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, ജോലിക്കാര്യത്തെ കുറിച്ചുമൊക്കെ തിരക്കുന്നു. ഹരിതയുടെ അമ്മ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, കുറച്ച് മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് മോൾക്ക് കൊടുക്കണം എല്ലാവരും കൂടെ എന്നൊക്കെ പറയുന്നു. ഹരിത പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് വന്ന് വിശേഷം പറഞ്ഞതല്ലേ, അച്ഛനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തിരക്കൊക്കെ മാറ്റി എൻ്റെ അടുത്ത് വരാൻ പറയണമെന്നൊക്കെ പറയാണ്. അമ്മ കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ദിയമോൾ പ്രകാശൻ കൊടുത്ത ഡ്രസ്സുമൊക്കെ ഇട്ടിട്ട് വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വന്ദനയോട് പറയുന്നുണ്ട്, ഇത് പ്രകാശ് അങ്കിൾ വാങ്ങി തന്നതാണ്, ഒരുപാട് ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ വാങ്ങി തന്നെന്ന് പറയുന്നു. ചന്ദ്രികയും അപ്പോൾ പറയുന്നുണ്ട്, പ്രകാശിന് ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ. വന്ദന അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പ്രകാശ് ഏട്ടന് എന്തോ ഉദ്ദേശം കാണുമല്ലോ എന്നൊക്കെ. ചന്ദ്രിക പറയുന്നുണ്ട്, എന്തോ നമ്മുടെ സമയം മാറുകയാണെന്നാണ് തോന്നുന്നത്, ഇന്ന് വിക്രമം ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ ചോദിക്കുന്നുണ്ട്, വർഷ വന്നില്ലേ എന്നൊക്കെ. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, വർഷ വന്നില്ല, അവൾ ഭയങ്കര ബിസിയാണെന്നാണ് പറഞ്ഞത്, അവളുടെ പേരിൽ കമ്പനി തുടങ്ങുകയല്ലേ, അതുകൊണ്ട് നിൽക്കാൻ പോലും സമയമില്ലെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക പറയുന്നുണ്ട്, ഇത്രയും വലിയ ജോലിക്കാരിയൊന്നും വർഷ ആകേണ്ടിയിരുന്നില്ല എന്നൊക്കെ, ഇപ്പൊ അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോലും വരാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് വന്ദനയ്ക്കും സങ്കടമാകുന്നുണ്ട്. വന്ദന രാത്രിയിൽ വിക്രമിന്റെ ഫയലൊക്കെ പരിശോധിക്കുന്നു. അതിനുശേഷം വർഷയെ വിളിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് വിചാരിക്കുന്നുണ്ട് രാവിലെ വിളിക്കാമെന്നൊക്കെ. ശ്യാം മൊബൈൽ ഓൺ ആക്കുമ്പോൾ വന്ദനയുടെ മെസ്സേജ് കാണുന്നുണ്ട്. വന്ദന എന്താണ് ശ്യാം ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കാണണം, സംസാരിക്കണമെന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ശ്യാം അപ്പോൾ വിചാരിക്കുന്നുണ്ട്, വന്ദന ചേച്ചി എന്തിനായിരിക്കും മെസ്സേജ് ചെയ്തിരിക്കുന്നത്, ഞാൻ വർഷയെ മറക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും ഞാൻ കാണാൻ ശ്രമിക്കുന്നില്ല, വിളിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് മൊബൈൽ ഓഫ് ആക്കുകയാണ്. അതേ സമയത്ത് വന്ദനയ്ക്കും സങ്കടമാകുന്നുണ്ട്. മെസ്സേജ് കണ്ടിട്ട് ശ്യാം എന്താണ് എന്നെ വിളിക്കാത്തതെന്നൊക്കെ ഓർത്തിട്ട്. വർഷയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബവുമായിട്ട് ബന്ധം വേണ്ടെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ വന്ദന വിചാരിക്കുകയാണ്. അടുത്ത ദിവസം വർഷ പ്രോഡക്റ്റുമായിട്ട് ഒരാളുടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അയാൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് വർഷയുടെ തോളത്തേക്ക് ഒരു കൈ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ വന്ദനയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.